അത് പാർട്ടി അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. ത്രിതല പഞ്ചായത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. പക്ഷേ മലപ്പുറത്തെ മങ്കട പഞ്ചായത്തിലെ കൂട്ടിൽ വെസ്റ്റ് 9ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ആ സ്ഥാനാർത്ഥി പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. UP ഫാത്തിമ ഒരു പ്രചരണ രംഗത്ത് സജീവമായി ഇപ്പോൾ വീടുകൾ കയറിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനമൊന്നും വരുന്നില്ല. അതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതെ, അതിന്റെ മുന്നേ തന്നെ പ്രഖ്യാപിച്ചു. അത് പാർട്ടി അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പം പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഒരു സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. അതെ, സജീവമായി പ്രവർത്തനം തുടങ്ങി. ഈ നേരത്തെ ഇവിടെ മത്സരിച്ച ആൾ ഈ വാർഡില്ല, അപ്പോൾ ആളുകളെ ഒന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ല, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ 2 പ്രാവശ്യം ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. 2000-ലും 2010-ലും 2 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ മുക്കുമൂലയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ആളുകളുടെ ഒരു പ്രതികരണം എന്താണ്? ഇപ്പം ഇലക്ഷന്റെ ഒരു പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ല, അതിന് മുന്നേ തന്നെ ഒരാൾ വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരികയാണ്. അതെ, അപ്പോ ഒരു പറയുന്നത് GN ആയതുകൊണ്ട് നന്നായി. ഞങ്ങൾ ആരാന്നുള്ളൊരു പ്രതീക്ഷയിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ പേരിനെ വന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് എപ്പോ വേണേലും ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടില് കയറി വരാലോ എന്നുള്ളൊരു വാക്കുണ്ട്. ഒരു വിജയ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഒരു പക്ഷേ എനിക്കൊന്നും പ്രചരണ രംഗത്ത് ഒരുപാട് കൂടി മുന്നിലാണല്ലോ. 100% ഉറപ്പാണ് വിജയിക്കുന്നുള്ളത്. ഓക്കെ, പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? പ്രവർത്തനങ്ങൾ ഇവിടെ നിലവിൽ നമ്മളെ പഞ്ചായത്തില് UDFന്റെ സീറ്റ് ചർച്ച നടന്നിട്ടില്ല. പക്ഷെ ഈ വാർഡത്തെ ഇവിടെ ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഇവിടുത്തെ ആളുകൾ ഇപ്പൊ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ വരെ ഈ 9ാം വാർഡ് ഒരു കുറച്ച് ടൈറ്റ് വന്നപ്പോ അവിടെ പാത്മദാത്ത എന്നാലേ ജയിക്കുള്ളൂ, UP ഫാത്തിമ എന്ന സ്ഥാനാർത്ഥി വേണമെന്ന് പ്രവർത്തകർ ആദ്യമേ പറഞ്ഞു. അപ്പൊ UDF കൂടി സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ സ്ഥാനാർത്ഥി 9ാം വാർഡ് സ്ഥാനാർത്ഥി UP ഫാത്തിമ തന്നെ വേണം. ഒരു ടീം UDF ആയിട്ട് ഇവിടെ 2 തവണ മെമ്പറായതാണ്. ഫാത്തിമന്റെ UP ഫാത്തിമന്റെ വിവരങ്ങൾ എന്താ വെച്ചാൽ ഓരോ ആളുകളെയും മെമ്പറായി കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷമോ UDF ഒന്നുമില്ല, എല്ലാവർക്കും അകമായി സഹായിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം സ്ഥാനാർത്ഥി എത്തിയതുകൊണ്ട് ഇതിൽ 100% വിജയിക്കുമെന്നാണ് UDFന്റെ ഇത്. ഒരു സീറ്റ് ചർച്ച ചെയ്യുമ്പോഴൊക്കെ പ്രയാസമുള്ളൂ, സ്ഥാനാർത്ഥി പല കുപ്പായിരുന്നല്ലോ. പക്ഷെ ഈ വാർഡില് ജനറൽ സീറ്റായിട്ട് പോലും UP ഫാത്തിമ തന്നെ വേണമെന്ന് ഇവിടുത്തെ പ്രവർത്തനം നിരന്തരം ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി UDFന്റെ ചർച്ചകളൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മറ്റെവിടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രചരണങ്ങളും തുടങ്ങിയിട്ടില്ല. ഈ ഫസ്റ്റ് ആദ്യഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? അതാ നമ്മളെ പാർട്ടി നമ്മളോട് പറഞ്ഞു ഫസ്റ്റ് നിങ്ങളാവും സ്ഥാനാർത്ഥിട്ടോ എന്നുള്ളത്. അപ്പോ പാർട്ടി എന്തെങ്കിലും നമ്മളെ മുൻകൂർ തീരുമാനിക്കുമ്പോ എന്തെങ്കിലും അതിലൊരു ധാരണ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കും പ്രശ്നമില്ല, നമ്മൾ 2 പ്രാവശ്യം ഇവിടെ നിന്നതാണല്ലോ. അപ്പൊ എല്ലാ ജനങ്ങളായിട്ടും നല്ല അടുപ്പവും പരിചയമാണ്. ഇപ്പൊ നമ്മള് കുടുംബശ്രീയിൽ ഉണ്ടേനും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എല്ലാ ജനങ്ങളെയും മങ്കട പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളെയും നമുക്ക് നല്ല പരിചയമാണ്. അപ്പൊ ആ ഒരു സ്ഥാനത്ത് നമ്മളോട് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് കുഴപ്പമില്ല തോന്നി. പിന്നെ ജനങ്ങളായിട്ടുള്ള ഒരു സൗഹാർദ്ദം അങ്ങനെയാണ്. ഞാൻ അങ്ങോട്ട് പെരുമാറുന്നതും അങ്ങനെയാണ്, അതുപോലെ അവർക്ക് നമ്മളോടുള്ളതും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ അവരോട് സഹകരിക്കണത്. അപ്പൊ അവർക്ക് നമ്മളോടും അങ്ങനെ തന്നെയാണ്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാനത്ത്. അതെ, പാർട്ടി നമ്മളോട് പിന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിന്റെ തീരുമാനം നമ്മൾ അംഗീകരിച്ചു. ഏതായാലും ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയും ഇവർ തന്നെ ആയിരിക്കും. ഒരു പടിയും കൂടി കടന്ന് വീടുകളിലൊക്കെ കയറിറങ്ങി വോട്ടുകൾ ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ്. മങ്കട പഞ്ചായത്തിലെ കൂട്ടിൽ വെസ്റ്റ് പ്രദേശത്തെ 9ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് UP ഫാത്തിമ മത്സരിക്കുന്നത്. നേരത്തെ മത്സരിച്ച് പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ഒരാളാണ്. അത് തനിക്ക് മുതൽക്കൂട്ടാകുമെന്നും ആളുകൾ വോട്ട് ചെയ്യുമെന്നും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും തന്നെയാണ് ഇപ്പോൾ UP ഫാത്തിമ പറയുന്നത്. ഏതായാലും പ്രചരണ രംഗത്ത് ഒരു പടി എന്നല്ല ഒരുപാട് പടി മുന്നിലായിരിക്കുകയാണ് UP ഫാത്തിമ. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.